തുടർച്ചയായിട്ട് കിഡ്നി സ്റ്റോൺ വരുന്ന രോഗികളിൽ യൂസ് ചെയ്യേണ്ട ഡയറ്ററി മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അവോയ്ഡ് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം. കിഡ്നി സ്റ്റോൺ ഉള്ള സ്ഥിരമായിട്ട് വരുന്ന രോഗികളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ വാട്ടർ ഇൻടേക്ക് ഷുഡ് ബി ദാറ്റ് മച്ച് സോ ദാറ്റ് യൂറിനേറ്റ് അറ്റ്ലീസ്റ്റ് 2.5 ലിറ്റേഴ്സ് എ ഡേ. ദാറ്റ് മീൻസ് ഒരു 2.5 ലിറ്ററോളം യൂറിനെങ്കിലും നമ്മൾ പാസ് ചെയ്യണം അത്തരം രോഗികളിൽ. രണ്ടാമത് ഇനി ഡയറ്ററി മോഡിഫിക്കേഷനായിട്ട് നമുക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് മാംസാഹാരം അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങളിലൊക്കെ യൂറിക് ആസിഡ് കണ്ടന്റ് വളരെ കൂടുതലാണ്. അത് ഒന്ന് മിതമാക്കിയാൽ സ്റ്റോൺ വരുന്നതിൽ നിന്ന് നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഒരു മോഡിഫിക്കേഷൻ ആണ് അവോയ്ഡ് ഓർ ഡിക്രീസ് ഹൈ ഓക്സിലേറ്റ് ഫുഡ്സ്. ഹൈ ഓക്സിലേറ്റ് ഫുഡ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? സാധാരണ കാണുന്ന എല്ലാ സാധനങ്ങളിലും ഓക്സിലേറ്റ് ഉണ്ട്. പക്ഷെ ഹൈ ഓക്സിലേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഈ കട്ടൻ ചായ, കട്ടൻ കാപ്പി, ഇലക്കറികൾ, സീഡുള്ള എല്ലാ ഫ്രൂട്ട്സിലും ഹൈ ഓക്സിലേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളാണ്. അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് നമ്മളെ കൊണ്ട് സാധ്യമായിരിക്കില്ല. അറ്റ്ലീസ്റ്റ് അത് ഒന്ന് റിസ്ട്രിക്ട് ചെയ്താൽ ഈ റിക്കറന്റ് ആയിട്ടുള്ള സ്റ്റോൺ ഫോമേഴ്സിൽ വളരെയധികം ഗുണപ്പെടാറുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് എന്ന് വെച്ചാൽ കാർബണേറ്റഡ് കോളാസ് ആൻഡ് ഓൾ, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നത് കാരണം ഇവയെല്ലാം വളരെ ഹൈ സൊല്യൂട്ട് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഈ സൊല്യൂട്ട് ഓവർലോഡ് നമ്മൾ കിഡ്നിയിലോട്ട് വരുമ്പോൾ കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഡയറി ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം, അതായത് മിൽക്ക് ഒഴിവാക്കണം, മിൽക്ക് കാൽഷ്യമാണ്, മിൽക്ക് കഴിച്ചാൽ സ്റ്റോൺ വരും എന്നുള്ളൊരിതുണ്ട്. അങ്ങനെയല്ല, ഡയറി ഫുഡ് ഇൻ മോഡറേഷൻ. ഒരു ഗ്ലാസ് പാല് കഴിക്കാം, ഒരു ചെറിയ കട്ടോര തൈര് കഴിക്കാം. ഇത് കഴിക്കുന്നതുകൊണ്ട് സ്റ്റോൺ റിസ്ക് കൂടുന്നില്ല. കൂടുതലും വേണ്ട, കുറവും വേണ്ട. ഡയറി ഫുഡ് അതായത് മിൽക്ക് കുറച്ച് കഴിച്ചാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ശരീരത്തിലുള്ള ഓക്സലേറ്റ് എന്നുള്ള പദാർത്ഥം ഉണ്ട്, അതിൻ്റെ ആഗിരണം കൂടുന്നു. അപ്പോൾ സ്റ്റോൺ റിസ്ക് കൂടുകയാണ് സംഭവിക്കുന്നത്. ഇനി അടുത്തൊരു ഡയറ്ററി മോഡിഫിക്കേഷൻ ആണ് ഡിക്രീസ് സോൾട്ട് ഇൻടേക്ക്. നമ്മൾ ദിവസം കഴിക്കുന്ന സോൾട്ടിൻ്റെ ഇൻടേക്ക് ലെസ് ദാൻ 5 ഗ്രാമിൽ വെച്ചാൽ സ്റ്റോണിൻ്റെ റിസ്ക് കുറയ്ക്കാൻ കഴിയും. കാരണം നമ്മളുടെ സോൾട്ട് ഇൻടേക്ക് കൂടുന്തോറും യൂറിനിൽ ഉണ്ടാവുന്ന കാൽഷ്യത്തിൻ്റെ എക്സ്ക്രീഷൻ കൂടുകയാണ് കാണപ്പെടുന്നത്. അപ്പോൾ സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇൻ റിക്കറൻറ്റ് സ്റ്റോൺ ഫോമേഴ്സ്. എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് സ്റ്റോണിൻ്റെ റിസ്ക് കുറയ്ക്കാൻ കഴിയുക? സിട്രേറ്റ് വർഗ്ഗത്തിലുള്ള ഫ്രൂട്ട്സ്, ലെമൺ, മുസംബി, ഓറഞ്ചസ്, ഇതിലൊക്കെ സിട്രേറ്റ് ഉണ്ട്. സിട്രേറ്റ് ശരീരത്തിൽ ഒക്യൂർ ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ഫോമേഷൻ ഇൻഹിബിറ്ററാണ്. അപ്പോൾ സ്റ്റോൺ വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ കൂടുതലായിട്ട് ലെമൺ ജ്യൂസ്, കൂടുതൽ സിട്രസ് വർഗ്ഗത്തിലുള്ള ഫ്രൂട്ട്സ്, ഫലങ്ങൾ കഴിച്ചാൽ അവർക്ക് സ്റ്റോൺ റിസ്ക് കുറയ്ക്കാൻ പറ്റും.